നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഇത്ര സന്തോഷം? നമ്മുടെ മോന്റെ അസുഖം ഭേദമായി. ഏട്ടൻ എന്താ പറയുന്നേ? ഇപ്പൊ ഋഷി എന്നെ വിളിച്ചു. കാറില് സിദ്ധും കൂടെ കയറിയെന്ന്. വഴിയിൽ വെച്ച് സിദ്ധു നോർമലായി. ഞാൻ വരാം, നിങ്ങൾ വയ്ക്കോ. ഇനി മാമണ്ണ എണ്ണ പറയ് ഗോപു. ചേച്ചി, ഇന്ന് ഉച്ച കഴിഞ്ഞാ ഞാൻ ഫ്രീയാ. ചേച്ചിക്ക് നേരത്തെ ഇറങ്ങാമെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? നിനക്കറിയാലോ, ഇന്നിവിടെ ചടങ്ങ് നടക്കുമ്പോ ഗോപിക ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാം അവതാളത്തിലാവൂന്ന്. ആ നേരത്തെ അവൾ ഇവിടുന്ന് ഒഴിവാക്കണം. അതിന്റെ ഉത്തരവാദിത്തം നിനക്ക്. ചേച്ചി ചേച്ചി ഇവിടെ എന്താ ആലോചിക്കുക? ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണോന്ന്? ഗോപു, ഞാൻ ഫ്രീ അല്ല. അയ്യോ, ചേച്ചി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നില്ല. അതെ, നീ ഫ്രീ ആണെങ്കിൽ ഒരു കാര്യം ചെയ്. അഞ്ജുതയ്ക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അഡ്രസ് ഞാൻ നിനക്ക് അയച്ചുതരാം. നീ അവിടെ പോയിട്ട് അഡ്മിഷൻ ഫോമും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ വാങ്ങിയിട്ട് വാ. അവളുടെ ആവശ്യത്തിന് ഞാൻ എന്തിനാ പോകുന്നത്? ഒന്ന് പോയി അതൊന്ന് വാങ്ങിയിട്ട് വാ. ഞാനേ അഡ്രസ് നിനക്ക് അയച്ചുതരാം. ശരി ശരി. പാവം ഗോപിക, അവളോട് കള്ളം പറയേണ്ടി വന്നല്ലോ. ഋഷി, ഏട്ടാ, ഏടനെങ്ങനെ ഈ വണ്ടിക്കകത്ത് കയറിയത്? അതെ, ഞാനും അപ്പം കൂടി ഒളിച്ചു കളിക്കായിരുന്നടാ. അപ്പ കാണാതെ ഞാനകത്ത് കേറിയിരുന്നു. മണ്ടൻ, അവനെന്നെ ഇതിട്ട് കണ്ടിട്ടില്ല. ഇപ്പോഴും അവൻ എന്നെ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ കാറി കയറി വിളിച്ചിരിക്കണ കണ്ടാലോ അവൻ എന്നെ കണ്ടുപിടിക്കൂ. ഇക്കളി അവൻ തോക്കും, ഞാൻ ജയിക്കും. വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയൊന്നുമില്ലല്ലോ. അയച്ചുന്ന ലൊക്കേഷനിൽ തന്നെ കൃത്യമായിട്ട് എത്തി. ഋഷിയെ കണ്ടില്ലല്ലോ. അവൻ പിന്നാലെ വരുന്നുണ്ട്. അകത്തേക്ക് വരൂ. മുത്തശ്ശി, മോളെ, നമ്മള് വിജയിച്ചു കഴിഞ്ഞു. ഇനി തടസ്സങ്ങളൊന്നും വരില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ നിറവേറ്റിയിരിക്കും. ഇരിക്കൂ. വരണം വരണം, ഇരിക്കൂ. കണ്ടിട്ടത് നമുക്ക് ചേർന്ന ബന്ധമാണെന്ന് തോന്നുന്നില്ല. നമസ്കാരം. നമസ്കാരം. എന്നാ
എന്നാ പിന്നെ ഞങ്ങള് ചായ എടുത്തിട്ട് വരാം. ആ ആയിക്കോട്ടെ. ആ, വാ, വേഗം. എന്താ ഏട്ടാ, എന്തു പറ്റി? എടാ ഋഷി, എനിക്ക് എന്താ പറ്റി? അല്ല ചേട്ടൻ. എടാ നമ്മളിപ്പോ എങ്ങോട്ട് പോവാ? അല്ല, ഏട്ടന്റെ അസുഖമൊക്കെ മാറിയോ? അസുഖോ? എനിക്കെന്താ അസുഖം? അല്ല, അത് പിന്നെ ചേട്ടന്റെ. അച്ഛാ, എടാ മോനെ, നീ ഇത് എവിടെയാടാ? ഇവിടെ എല്ലാരും നിന്നെ വെയിറ്റ് ചെയ്യാ. ഞാൻ വന്നോണ്ടിരിക്കുക അച്ഛാ. എന്റെ കൂടെ കാറിൽ ഏട്ടനുണ്ട്. സിദ്ധുവോ? അവനെ എന്തിനാ നീ കൂടെ കൂട്ടിയത്? അവന് സുഖമില്ലാതിരിക്കല്ലേ? അതുകൊണ്ടല്ലേ അവനെ കൂട്ടാൻ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛാ, ഞാനായിട്ട് ഏട്ടനെ കൂടെ കൂട്ടിയതല്ല. ഞാൻ അറിയാതെ ഏട്ടൻ കാറിൽ കയറി ഇരിക്കുമായിരുന്നു. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ചേട്ടനിപ്പോ ഒരു കുഴപ്പമില്ല, ഒരു അസുഖമില്ല. എന്ത്? ഏട്ടൻ പക്ക നോർമലാണിപ്പോ. എടാ നീ എന്തായി പറയുന്നേ? നീ പറഞ്ഞ സത്യമാണോ? അച്ഛാ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഏട്ടന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി. ഞങ്ങൾ അങ്ങോട്ടല്ലേ വരുന്നത്, അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടോളൂ. ഓ എടാ ഫോൺ ഇതാ, അച്ഛനോട് ഞാൻ സംസാരിക്കാം. ഹലോ അച്ഛാ, ഞങ്ങളങ്ങോട്ട് വരും ഇപ്പൊ തന്നെ. അച്ഛാ, ഇവനെന്തീ പറയുന്നേ? എനിക്കെന്തോ ഓർമ്മക്കുറവുണ്ടെന്ന്. എനിക്കൊരു പ്രോബ്ലം ഇല്ലല്ലോ അച്ഛാ. ശരിയടാ, എനിക്ക് സന്തോഷമായി. നീ വേഗം ഋഷിയുടെ കൂടെ ഇങ്ങോട്ട് വാ. എനിക്ക് നിന്നെ കാണാൻ ധൃതിയായി. ഞാനിപ്പോ വരാമേ. ഞാനിവിടെ എല്ലാവരോടും പറയട്ടെ. ശരി, ഓക്കെ, പോവാം. എന്താ എന്താ വിശേഷം? എന്താ ഇത്ര സന്തോഷം? നമ്മുടെ മോന്റെ അസുഖം ഭേദമായി. ആ ഏട്ടൻ എന്താ പറയുന്നേ? ഇപ്പൊ ഋഷി എന്നെ വിളിച്ചു. കാറിൽ സിദ്ധുവും കൂടെ കയറിയെന്ന്. വഴിയിൽ വെച്ച് സിദ്ധു നോർമലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.